ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡാപ്പൻഷെയർ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് കാറ് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പോകട്ടെ. നമ്മുടെ ബെലിനോയുടെ 6th സർവീസാണ്, 40K സർവീസാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി യൂട്യൂബിൽ കുറേ തപ്പി. ഇപ്പോൾ 40K സർവീസ് ഉണ്ടോ, പക്ഷെ ആരും 40K സർവീസ് ഇട്ടിട്ടില്ല. അപ്പോൾ 40K എന്ന് പറയുന്നത് ഒരു മെയിൻ സർവീസാണ്. അപ്പോൾ എല്ലാ സാധനവും ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും നോക്കിയത്. അപ്പോൾ ആർക്കും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാനുള്ള കാരണം തന്നെ. അപ്പോൾ ഇനി ആരെങ്കിലും 40K സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടും, അതിൻ്റെ ബിൽ റേറ്റ് എങ്ങനെ വരും, അങ്ങനെ എമൗണ്ട് എന്തൊക്കെ ചേഞ്ച് ചെയ്യും, അങ്ങനെയൊക്കെ നമുക്ക് അറിയാം. പ്രത്യേകിച്ച് നമ്മൾ ഈ ലോക്ക്ഡൗൺ കഴിയുന്ന സമയത്ത് എന്തെങ്കിലും ഓഫർ വരുന്നുണ്ടോ, അതുപോലെ നെക്സ്റ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് നോക്കാം, ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ കാർ സർവീസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവർ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഞാൻ ഉച്ചയ്ക്ക് കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്കും ഒരു 3 o'clock മുമ്പൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ചാൽ വീക്കിലി 3 days ഉള്ളൂ. പിന്നെ പോരാത്തതിന് ആൾക്കാരും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് 1 to 2 days ഒക്കെ എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മാക്സിമം എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ട് മാക്സിമം 1 day അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ സായിലാണ് കൊടുക്കാൻ പോകുന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ സായിലാണ് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വണ്ടി കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് നമുക്ക് ക്ലിപ്പിങ്സ് ഒക്കെ കാണാം. ഞാൻ മാക്സിമം അവിടെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നത് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ടൈം ഗ്യാപ്പ് വരുന്ന കാരണം പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഇടാൻ മറക്കില്ല, ഫോളോ ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വിളിക്കാം. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സർവീസ് സെൻറ്ററിൽ. അപ്പോൾ ഞാൻ കാറോട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കാലത്ത് വന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സർവീസ് അഡ്വൈസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആളെന്തോ വേറൊരു വണ്ടി എടുത്തിട്ട് ടെസ്റ്റ് ഡ്രൈവിനെ പോലെ എന്ന് വെച്ചാൽ സർവീസ് കഴിഞ്ഞിട്ട് അവൾ പോയിക്കാണ്. അപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്നോട് ഉള്ളിൽ കയറി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാം. അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ ഫ്രണ്ട് ഓഫീസ് ഏരിയ അല്ല, ഇത് സർവീസിൻ്റെ ഫ്രണ്ട് ഓഫീസ് ഏരിയയാണ്. മെയിൻ ഓഫീസ് വേറെയാണ്. ഇത് നമുക്ക് സർവീസിൻ്റെ നിങ്ങൾക്ക് അപ്പുറത്തെ ക്ലാസ്സിൽ കാണാം സർവീസ് ചെയ്യണ സംഭവം. അതിൻ്റെ അപ്പുറത്തെ റൂമാണ് നമുക്ക് ലോഞ്ച് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് അവിടുന്ന് നമ്മുടെ കാർ സർവീസ് ചെയ്യുന്നത് ഫുൾ കാണാം. പക്ഷേ ഇപ്പോൾ അവർ ക്ലോസ് ചെയ്തൊക്കെയാണ് കേട്ടോ, നമ്മുടെ കോവിഡൊക്കെ കാരണം. പിന്നെ അധികം കാറുകളൊന്നും എടുക്കുന്നില്ല, ഡെയിലി 10 അങ്ങനത്തെ കാറുകൾ എടുക്കുന്നുള്ളൂ. കാരണം നല്ല ലേറ്റ് ആവും വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഓയിൽ ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഇൻഡിക്കേഷൻ പോലെ ഞാൻ വെച്ചിട്ടുണ്ടാവും, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതവിടെ കണ്ടു. ഇതിപ്പോൾ കസ്റ്റമർ ഇൻഫർമേഷൻ വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിൻ ഓയിൽ എപ്പോഴാണ് വരേണ്ട, ഗിയർ ഓയിൽ, അതിൻ്റെ കളർ ചേഞ്ചുകളുടെ വ്യത്യാസമായി കാണിച്ചിട്ടുണ്ട്. അതുപോലെ എയർ ഫിൽറ്ററിൻ്റെയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സർവീസൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് കാരണം വരിക. അപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബില്ല് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നെക്സ്റ്റ് കാർഡിൻ്റെ പോയിന്റ്സ് നമുക്ക് ഇന്ന് പോയിന്റ്സ് നിന്ന് അവർക്ക് കുറച്ച് തന്നു കിട്ടുക. വെച്ചാൽ എനിക്കൊരു 1868 പോയിന്റാണ് ഉണ്ടായിരുന്നു. അത് അവർ നമ്മുടെ എമൗണ്ടിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബില്ല് ഡയറക്റ്റ് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് 6 സർവീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാർട്സ് ചേഞ്ചിന് തന്നെ ആയിട്ട് 4700 രൂപ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഞാൻ എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇവിടെ കുറച്ച് ലൈറ്റ് ഇഷ്യൂ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഏരിയ കുറച്ച് എന്താ പറയുക, കോവിഡിൻ്റെത് കാരണം കുറച്ച് പോലീസ് കൺട്രോളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് ബില്ല് ഡയറക്റ്റായിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 40K സർവീസ് കുറേ നമ്മുടെ യൂട്യൂബിലെ സംഭവത്തിലൊക്കെ നോക്കി, പക്ഷേ എവിടെയും ഈ സർവീസ് ഇല്ല. 40K സർവീസ് ആരും ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്കത് കാരണം എന്തൊക്കെ ചേഞ്ച് ചെയ്യുക, എന്തൊക്കെ സംഭവം എന്നൊക്കെ കറക്റ്റ് അറിയണമെന്നില്ല. ഞാൻ കുറേ എന്നിട്ട് ബുക്കൊക്കെ അവരെ നോക്കി ഓൾമോസ്റ്റ് ഒക്കെ അറിയുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റി എന്തൊക്കെ നോക്കി നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബില്ല് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ബില്ല് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു ഡീഫ്യൂമിഗേഷനും അതുപോലെ സാനിറ്റൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് നീറ്റായിട്ടൊക്കെ സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബിൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് എന്താ പറയുക, നമ്മുടെ ഷെയ്ക്ക് ആവുന്നുണ്ടായിരിക്കും, ഒന്ന് ശ്രമിക്കുക. ഞാൻ എന്തായാലും മാക്സിമം സ്റ്റഡി ആയിട്ട് തന്നെ കാണിക്കാൻ നോക്കാം. എന്താ വെച്ചാൽ കയ്യിൽ പിടിച്ചിട്ടാണ് എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതാ സായിൻ്റെ ബില്ലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ഈ ഡീറ്റെയിൽസ് കുറച്ചൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യട്ടോ. പിന്നെ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം, അതിൻ്റെ എന്തൊക്കെ ചേഞ്ച് ചെയ്ത് തോന്നും. ഇതാണ് നമ്മുടെ എന്താ പറയുക ചേഞ്ച് ചെയ്ത പാർട്സിൻ്റെ ബില്ല് വരുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. അതിന്
ഒരു 46 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിന്തറ്റിക് ഓയിലാണ് ഒഴിച്ചത്. ഞാൻ ശരിക്കും നമുക്ക് നോർമൽ സിന്തറ്റിക് ആവശ്യമില്ല, നോർമൽ ഒഴിച്ചാലും മതി. ഞാൻ സിന്തറ്റിക് ഒഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒഴിച്ചോളം പറഞ്ഞു, എന്തായാലും വല്ല ഡിഫറൻസ് ഉണ്ടോ നോക്കാമെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ കാസ്ട്രോളിൻ്റെയാണ് ഒഴിച്ചിരിക്കുന്നത്. നോർമലി അവരുടെ ഒരു ബ്രാൻഡാണ് ഒഴിക്കാറ്. ഇപ്പോൾ ഇക്കോസ്റ്റാർ എന്നൊരു മാരുതിയുടെ ബ്രാൻഡാണ് ഒഴിക്കാറ്. ഇപ്പോൾ കാസ്ട്രോളാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനൊരു 1600 വന്നിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ വാഷ് 28 രൂപ. സൂപ്പർ ലൂബ്ലിക്കൻ ഗ്രീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ക്ലച്ചിനും സംഭവങ്ങളൊക്കെ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിന് 98 രൂപീസ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കാലിപ്പറിനും വന്നിട്ടുണ്ട് ഒരു 55 രൂപ. അതുപോലെ ഒരു പേപ്പർ ഫ്ലോർ മാറ്റ് 1 രൂപ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൂളൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 226 വന്നിട്ടുണ്ട്. അതിന് ബ്രേക്ക് ഫ്ലൂയിഡും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 40K സർവീസിൽ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ചേഞ്ച് ചെയ്തിട്ടാ. അത് ആവശ്യം ചെയ്താൽ മതി. കുറേ പേര് ജസ്റ്റ് നമുക്ക് 20K സർവീസിനൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ പേര് ഇങ്ങനെ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മാക്സിമം നമ്മുടെ നിന്ന് വാങ്ങിക്കാൻ നോക്കുകയെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ മാനുവലിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഈ 40K അതൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് 290 വന്നിട്ടുണ്ട്. പിന്നെ ക്യാബിൻ എയർ ഫിൽറ്റർ, അത് നമ്മുടെ AC ഫിൽറ്ററാണ്. അത് ഞാൻ ആക്ച്വലി ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ്, പക്ഷെ അവർ പറഞ്ഞ നല്ലോണം ഇതൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അതിന് 375 രൂപ വന്നിട്ടുണ്ട്. ഒരു വീൽ ടാഗ് പിന്നെ 30 രൂപ അടിച്ചിട്ടുണ്ട്. ബോൾട്ടിന് 77 വന്നിട്ടുണ്ട്. പിന്നെ ഫ്യൂവൽ ഫിൽറ്റർ, എയർ ക്ലീനർ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് 243, 222. പിന്നെ സ്പാർക്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട് 2 അതിന് 62 രൂപീസാണ് വന്നേക്കുന്നത്. പിന്നെ ഗ്യാസ്കറ്റും ഒരു നെട്ടും വന്നിട്ട് ബാറ്ററിയുടെ ഒരു നെട്ട് തുരുമ്പിടിച്ചിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാറ്ററിയുടെ ഒരു ഗ്യാസ്കറ്റും ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഹോൾഡർ ഉണ്ടല്ലോ അതും മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ വന്നേക്കുന്നത് 4760 രൂപയാണ് നമുക്ക് ഇത് വന്നേക്കുന്നത്. എന്താ പറയുക പാർട്സ് ചാർജ് ആയിട്ട് നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്ത സംഭവത്തിൻ്റെ ഇത് വന്നേക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആൻഡ് ലേബർ ചാർജ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് വേറെ ബില്ലാണ് വരിക. അതാണ് ഇത് PMS എന്ന് പറയുന്നത് പീരിയോഡിക് മെയിൻ്റെനൻസ് സർവീസാണ്. അത് 20K 40K എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വന്നേക്കുന്നത് 1485 രൂപയാണ് വന്നേക്കുന്നത്. പിന്നെ വാപ്പറൈസർ ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതിനൊരു 550 രൂപ വന്നിട്ടുണ്ട്. പിന്നെ വെഹിക്കിൾ ഫിമിഗേഷൻ, അതായത് സാനിറ്റൈസേഷനും ക്ലീനിങ്ങും സംഭവം കൂടിയിട്ട് ഒരു 525 രൂപ. അങ്ങനെ ഒരു ടോട്ടൽ 2560 രൂപ അതിന് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ GST ആഡ് ചെയ്തിട്ട് 3446 വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ടോട്ടൽ എനിക്ക് വരേണ്ടത് അപ്പോൾ 4760 3048 വരേണ്ടത്. അതിന് എനിക്കൊരു പോയിന്റ് നമ്മുടെ നെക്സ്റ്റ് കാർഡിലൊരു പോയിന്റ് നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. എന്താ പറയുക, ഒരു നമ്മൾ കാർ വാങ്ങുമ്പോൾ നമ്മൾ സർവീസ് കൊടുക്കുമ്പോഴൊക്കെ അതിലേക്ക് പോയിന്റ് ആഡ് ആവും. അങ്ങനെ ഒരു 1800 രൂപ പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ടാകും. അത് എനിക്ക് ഡിസ്കൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മെസ്സേജൊക്കെ ഞാൻ എന്തായാലും സ്ക്രീനിലിടാം. അതുപോലെ അത് നമുക്ക് ഈ എമൗണ്ടിൽ മാറിയിട്ട് ലാസ്റ്റ് എനിക്ക് വന്നേക്കുന്നത് 6000 രൂപയാണ് വന്നേക്കുന്നത്. അപ്പോൾ 6000 രൂപ വന്നിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ ചാർജ് ആയിട്ട്. പക്ഷേ നമുക്ക് ആ കാർഡില്ലാത്തവർക്ക് മാക്സിമം എന്തായാലും ആ കാർഡ് കിട്ടില്ല നമുക്ക് നെക്സ്റ്റ് കാർഡിൽ. അപ്പോൾ അങ്ങനെ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ 6000 രൂപ വരുള്ളൂ എന്ന് തോന്നുന്നു 40K സർവീസിന് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫുള്ളായിട്ട് നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നിങ്ങൾ 40K സർവീസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഒരു കണ്ടു നോക്കുക. എന്തായാലും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ എക്സ്ട്രാ അഡീഷൻ വരുന്നുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുള്ള ടൈമിലായതുകൊണ്ട് കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഇമിഗ്രേഷൻ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൽ ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാമല്ലോ. ബൈ ഫ്രണ്ട്സ്.